ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ കുഞ്ഞു യാത്രകൾ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ മണ്ണാർക്കാടാണ് കേട്ടോ. ഈ ഭാഗം എന്ന് പറയുന്നത് ചുങ്കാണ്, കുമരംപുത്തൂർ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വഴി വന്നപ്പോൾ ഞാൻ പഠിച്ച കോളേജും അതുപോലെ തന്നെ നമ്മുടെ മണ്ണാർക്കാടങ്ങാടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഈ ഭാഗത്തുള്ള ആൾക്കാർ ഒന്ന് മണ്ണാർക്കാടങ്ങാടി, അതേപോലെ തന്നെ പെരിന്തൽമണ്ണ അങ്ങനെയൊക്കെയാണ് പറയുക കേട്ടോ. ശരിക്കും മണ്ണാർക്കാട്. അപ്പോൾ ഞാൻ പഠിച്ച കോളേജ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യമൊന്നും ഇത്രയും പുരോഗമനമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പഠിക്കുമ്പോഴൊന്നും ഇത്രയും ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്നതാട്ടോ ഈ സംഭവങ്ങളൊക്കെ. ഇത് കുമരംപുത്തൂർ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞു പിന്നെ കോളേജ് കേട്ടോ. അവിടെ സ്റ്റോപ്പിന് തന്നെ പറയുക കോളേജ് എന്നാട്ടോ. ആ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അതൊക്കെ കാണുമ്പോൾ ഒരു ന്യൂസ്റ്റൊക്കെ വരാറുണ്ട് കേട്ടോ എപ്പോഴും. കാരണം 3 വർഷം പഠിച്ചത് അവിടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും ഇത്രയും ബിൽഡിങ്സും അതുപോലെ തന്നെ ഇങ്ങനെ ഇത്രയും തോനെ കടകളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴാണ് ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ വന്നത്. അന്നൊന്നും ഇത്രയും ഇതില്ല. അതുപോലെ തന്നെ ഈ റോഡും ഇത്രയും വീതിയും കാര്യങ്ങളും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയും ഡെവലപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ ഡെവലപ്ഡ് ആയത്. എത്തുമ്പോൾ ഒരു നൊസ്റ്റു എപ്പോഴും ഒന്നിങ്ങനെ നോക്കി പോകാം അല്ലേ. ഇവിടെ ഞാൻ പഠിച്ചായിരുന്നു, ഇവിടെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഒരു തോന്നൽ വരും കേട്ടോ. ഇത് അതിൻ്റെ സ്കൂളാണ് കേട്ടോ, കല്ലടി. അതുപോലെ തന്നെ കുറച്ചും കൂടി ഈ കാണുന്ന ഈ ബിൽഡിംഗ് ഒന്നും ഞങ്ങൾ പഠിക്കുമ്പോൾ ഇല്ല കേട്ടോ. ഈ ബിൽഡിംഗ് ഒന്നും ഞങ്ങൾ പഠിക്കുമ്പോൾ ഇല്ല. ഇതൊക്കെ ഇപ്പോൾ വന്നതാണ്. ഞങ്ങൾ പഠിക്കുമ്പോൾ 1 or 2 ബേക്കറി കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാലേ, അതായത് ഒരുപാട് വർഷമൊന്നുമില്ല കേട്ടോ. ഒരു 2011 കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്. പിന്നെ ഇങ്ങനെയൊന്നും മതിലൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടേക്ക് ഒരു കമ്പിയൊക്കെ വെച്ചിട്ടായിരുന്നു. ഇതാണ് ഞാൻ പഠിച്ച കോളേജ് കേട്ടോ. കണ്ടോ, ഇപ്പുറത്തെ സൈഡിലൊരു ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ ബിൽഡിങ് വന്നിട്ടുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ട്രെൻഡായിട്ട് നിന്നിരുന്നായിരുന്നു പപ്സും ലൈമും കേട്ടോ. അത് കഴിക്കാനായിട്ട് നമ്മൾ കോളേജിൽ അവിടെ അടുത്തൊരു കടയുണ്ട്. ആ കടയിലൊക്കെ പോയിട്ട് പപ്സും ലൈമൊക്കെ കുടിച്ചിരുന്നൊരു കാലം കേട്ടോ. ഇത്രയും വീതിയും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒന്നും കടകളുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് സംഭവം. അങ്ങനെ നമ്മൾ കുന്തിപ്പുഴ എത്തിയിട്ടോ. നമ്മുടെ ലൈവിലൊരു ഹമീദൊക്കെ വരാറില്ലേ, അപ്പം ഞാൻ എപ്പോഴും ചോദിക്കാറില്ലേ കുന്തിപ്പുഴ ആ പുഴയാണ് കേട്ടോ ഇനി ജസ്റ്റ് കാണാൻ പോകുന്നത്. കാണിച്ചു തരാം. ഇപ്പോൾ ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡ്. ഈ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണിക്കുന്നത് ഈ കാണുന്നത് കേട്ടോ. ഈ വളവ് കഴിഞ്ഞാൽ ഈ കാണുന്ന പാലം കണ്ടോ, ഇതാണ് കുന്തിപ്പുഴ. ഈ പുഴയാണ് കേട്ടോ കുന്തിപ്പുഴ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അതിൽ ചാടിയോ അതിലൂടെ പോയോ എന്നൊക്കെ പറയില്ലേ. ഇതാണ് കുന്തിപ്പുഴ. കണ്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മണ്ണാർക്കാടാട്ടോ. ടൗൺ എത്തി കേട്ടോ. ഏകദേശമൊക്കെ ടൗൺ എത്തി തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ടൗൺ സ്റ്റാർട്ട് ചെയ്യാണ് തന്നെയാണ് മണ്ണാർക്കാട്. ഒത്തിരി പേർക്ക് അറിയാം കേട്ടോ. ഇതെവിടെ എന്താണെന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് ജില്ലയിൽ ഒരു താലൂക്കാണ് മണ്ണാർക്കാട്. വേറെ മണ്ണാർക്കാട് ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് പാലക്കാടുള്ള മണ്ണാർക്കാടാണ് ഞാൻ പറയുന്ന മണ്ണാർക്കാട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇത് കാണാത്തവർക്കായിട്ട് കാണിക്കുന്ന കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ആവശ്യത്തിന് വന്നപ്പോൾ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നത്. അതൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയുന്ന സ്ഥലമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ളവർക്ക് ഇവിടെയാണ് കേട്ടോ ഹോസ്പിറ്റലൊക്കെ ഉള്ളത്. ഇതാണ് നമ്മുടെ ഇതിങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പിന് പറയുന്നത് കോടതിപ്പടിയാട്ടോ. ഇവിടെ ഒരു കോടതിയും പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്റ്റോപ്പിന് പറയുന്നത് കേട്ടോ കോടതിപ്പടിയെന്ന്. പിന്നെ ഇവിടേക്ക് ഇങ്ങോട്ട് ഒരു റോഡുണ്ട്. ആ റോഡിന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വേറെ അങ്ങോട്ട് സ്ഥലത്തേക്കൊക്കെ പോകാം കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ ടൗണ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ റോഡ് വീതി കൂട്ടാനൊന്നും പറ്റാത്തതുകൊണ്ടേ ഇപ്പോഴും നല്ല തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ ലൈവിൽ വരാറുള്ള ഹമീദ് കട നാടാണ് കേട്ടോ ഇത്. കുന്തിപ്പുഴയല്ല, കോടതിപ്പടി. ഇനി ഇതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇത് കുറച്ചും കൂടിയാണ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ടൗണാട്ടോ. എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അങ്ങനെ വിസ്തരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് അറിയില്ല.
നമ്മുടെ സബിൽ കുറേ ആൾക്കാർ വേറെയുള്ള സ്ഥലത്തൊക്കെ ഉള്ള നമ്മുടെ നാട്ടുകാരും അങ്ങനെ ഇവിടെ ഈ ഭാഗത്തുള്ള ആളുകളും അല്ല, കുറേ ദൂരമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റാൻഡ് ആട്ടോ അത്. ഇവിടെ ഒറ്റ ബസ് സ്റ്റാൻഡേ ഉള്ളൂ, പിന്നെ ഒന്ന് KSRTC സ്റ്റാൻഡാണ്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്നുകൂടി പോട്ടെ. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല, അങ്ങനെ വണ്ടിയിൽ പെട്ടെന്ന് പോകുന്ന ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. കണ്ട് പരിചയമൊക്കെ ഉള്ള ആളുകൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് എന്നുള്ളത്. കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് പോട്ടെ. കുറച്ചും കൂടിയാണ് പോയി കഴിഞ്ഞാൽ ഇതാ ഈ ബസ്സൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ, കണ്ടോ? ഒരു ബസ് ഇറങ്ങി വരുന്നുണ്ടോ. ഇതാണ് ഇവിടുത്തെ സ്റ്റാൻഡ് കേട്ടോ. ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് ഏതായാലും ഇവിടെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. നൊട്ടമ്മല മല എന്ന് പറയുന്നൊരു, നൊട്ടമ്മല എന്നാ അങ്ങനെ നമ്മൾ ഇവിടേക്ക് നൊട്ടമ്മല എന്നാ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നൊട്ടമ്മല എന്ന് പറയുന്നൊരു ഇതും കൂടി ഉണ്ട്. അതൊരു ഒരു ഹെയർ പിൻ ബെൻഡാണ് കേട്ടോ. ഒരു 2-3 ഇതൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ആദ്യം അത്രയും വീതിയും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നത്. ആദ്യമൊക്കെ എപ്പോഴും ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു സംഭവമാണ്. പിന്നെ നമ്മൾ ഇനി കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അട്ടപ്പാടി, ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അട്ടപ്പാടി പോകുന്ന റോഡും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കുറച്ചും കൂടിയും പോകണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ മൈജിയുടെ പുതിയ ഷോറൂമൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, 3-4 വർഷമൊക്കെ ആയതുകൊണ്ട് വന്നിട്ട്. പക്ഷേ ഇവിടെ ഇത്രയും ഇങ്ങനെയും വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കുറേ എന്നല്ല, ഒരുപാട് ഡെവലപ്പായി. മനസ്സിലായില്ലേ? ഒരുപാട് ഡെവലപ്ഡായി. നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് ഇത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞാൽ ഇങ്ങനെ ഈ പുതിയതായിട്ട് വന്ന ബ്രാൻഡുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴാട്ടോ. മൈജി, അതുപോലെ തന്നെ പിന്നെ ഏതാണ് നമ്മുടെ സുഡിയോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നുമില്ല. ട്രെൻഡ്സ് പോലും ഉണ്ടായിരുന്നില്ല നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ. അപ്പം നമ്മൾ ഏകദേശം നെല്ലിപ്പുഴ എത്താനായിട്ടോ. ഈ സ്റ്റോപ്പിന് പറയുന്നത് നെല്ലിപ്പുഴ എന്നാട്ടോ. ഇവിടെ കുറച്ചും കൂടിയാണ് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ പുഴയുണ്ട് കേട്ടോ. പുഴയല്ല, പുഴ കേട്ടോ. ഈ ട്രോളാൻ വരണ്ട. ഇതാ കണ്ടോ, ഇത് കൂടി ലെഫ്റ്റിക്ക് അങ്ങോട്ട് റോഡ് പോകുന്നുണ്ട്. ഈ റോഡാണ് അട്ടപ്പാടി റോഡ് കേട്ടോ. കണ്ടോ, ഇതാണ് അട്ടപ്പാടി പോകുന്ന റോഡ്.
ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു പുഴ ഉണ്ട് കേട്ടോ. ഈ പുഴയ്ക്ക് പറയുന്നത് നെല്ലിപ്പുഴ എന്നാണ് ഈ ഭാഗത്തിന് പറയാതാ. ഇതാണ് കേട്ടോ. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ. അപ്പം ഞാൻ പറഞ്ഞ നൊട്ടമ്മല മല ഇതാണ് കേട്ടോ. നൊട്ടമ്മല എന്നും പറയും, നൊട്ടമ്മല മല എന്നും പറയും കേട്ടോ. ഏതാണ് നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ എടുത്തോളൂ. ഇതാണ് സംഭവം കേട്ടോ. ഒരു രണ്ട് ഹെയർ പിൻ ബെൻഡ് ഉണ്ട്. പക്ഷെ അടിപൊളിയാട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മണ്ണാർക്കാട് ടൗൺ കാണാൻ പറ്റും. ഇതാണ് ആ ഹെയർ പിൻ ബെൻഡ്. അപ്പോൾ ഈ ടൗൺ കഴിഞ്ഞ് നെല്ലിപ്പുഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പാലക്കാട് പോകുന്ന റൂട്ടാണിത്. നമ്മൾ കോഴിക്കോട് നിന്ന് പാലക്കാട് പോകുമ്പോൾ ഈ ഒരൊറ്റ റൂട്ടേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇതാണ് നൊട്ടമ്മല മല. അപ്പം ഞാൻ വന്ന സ്ഥിതിക്ക് ഞാൻ നിങ്ങളെ ഇതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ നിർത്താനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ നിന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിയാൽ താഴത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കത് റിട്ടേൺ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതായത് റിട്ടേൺ വരുമ്പം ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ടൗൺ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പം നിങ്ങൾ വീഡിയോ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ് ചെയ്യാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ, ടാറ്റാ, ബൈ ബൈ.